രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തോമസ് മന്ത്രിയാവാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണം? താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകും. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ താൻ എതിർക്കില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തോമസ് മന്ത്രിയാവാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണം എന്ന ചോദ്യവും ശശീന്ദ്രൻ ഉയർത്തുന്നുണ്ടല്ലേ? നിഖില, ദേശീയ തലത്തിൽ NCPയുടെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. തോമസ് MLA കഴിഞ്ഞ ദിവസം NCP ദേശീയ അധ്യക്ഷനെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രകാശ് കാരാട്ട് NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യമൊരുങ്ങുന്നു ഈ വിഷയത്തിൽ തന്നെ. അങ്ങനെ ദേശീയ തലത്തിൽ ഇത്തരത്തിൽ NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ചർച്ചകളും അതോടൊപ്പം തന്നെ ഒരു വിഭാഗത്തിൻ്റെ, അതായത് ഈ തോമസ് MLA അടക്കമുള്ളവരുടെ ഒരു പ്രതിഷേധം കൂടി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും തന്നെ നയം വ്യക്തമാക്കിക്കൊണ്ട് എ.കെ. ശശീന്ദ്രൻ മന്ത്രി രംഗത്ത് വരുന്നത്. താൻ രാജിവെക്കേണ്ട ആവശ്യം നിലവിലില്ലെന്നാണ് എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം താൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തോമസ് മന്ത്രിയാകുന്നതിൽ താൻ തടസ്സമല്ല, അല്ലെങ്കിൽ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് തൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ മന്ത്രിസ്ഥാനത്ത് നിന്നും നിലവിൽ രാജിവെക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ രാജിവെക്കില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ NCPക്കുള്ളിൽ സംസ്ഥാന തലത്തിൽ ഒരു മാറ്റം വേണമെന്നൊരു ആവശ്യം വരുമ്പോഴും നേരത്തെ പലതവണ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തോമസ് കൂടിക്കാഴ്ച നടത്തുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ മന്ത്രിസ്ഥാനം മാറണമെന്നുള്ള ആവശ്യമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം കത്ത് നൽകിയിരുന്നു. ഈ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോഴും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ മന്ത്രിയാക്കുന്നതിൽ താല്പര്യമില്ല. ആ ഒരു കാരണം കൂടിയായിരുന്നു ഈ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം തുടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ വിവാദ പരാമർശങ്ങളെല്ലാം നടത്തിയതിനു ശേഷം രാജിവെച്ച് പോയെങ്കിലും പിന്നീടും ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതെല്ലാം ഈ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഒരു ഇഷ്ടക്കാരൻ അല്ലെങ്കിൽ അടുപ്പക്കാരൻ എന്നൊരു നിലകൊണ്ട് ആണ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുക ചെയ്തതെല്ലാം ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ നിലവിലും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇഷ്ടം, താല്പര്യമെല്ലാം ശശീന്ദ്രനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എന്നൊരു അർത്ഥം കൂടി, അല്ലെങ്കിൽ ഒരു ധ്വനി കൂടി, അതായത് ശശീന്ദ്രൻ രാജിവെച്ചിട്ട് മറ്റൊരാൾ തൻ്റെ മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നതടക്കമുള്ള ഒരു കാര്യം കൂടി ഇന്ന് ശശീന്ദ്രൻ പറയുകയുണ്ടായി. അതിൻ്റെ വ്യംഗ്യത്തിൽ നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. എന്തായാലും NCP വിഷയത്തിൽ NCPയുടെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന ഒരു നിലപാട് ഒന്നുകൂടി ശശീന്ദ്രൻ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്താണ് മറുഭാഗത്ത് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും NCPക്കുള്ളിൽ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ തോമസ് MLA കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷനെ പോയി കാണുകയും ഡൽഹിയിൽ പോയി കണ്ടിരുന്നു. ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ വിഷയങ്ങളെല്ലാം അദ്ദേഹം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. നേതൃമാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം മാറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് ശരത് പവാറിൻ്റെയും അഭിപ്രായമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കുമെന്നും അറിയുന്നു. അതോടൊപ്പമാണ് പ്രകാശ് കാരാട്ട് CPMന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹവും NCPയുടെ ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി തുടർന്ന് മന്ത്രിയെ മാറ്റണം, പുതിയ മന്ത്രിയെ NCPക്ക് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രകാശ് കാരാട്ടും ഈ ദേശീയ അധ്യക്ഷനായ ശരത് പവാർ വഴി പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി അറിയിക്കുമെന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് വീണ്ടും ശശീന്ദ്രൻ തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും NCPക്കുള്ളിൽ തന്നെ ഒരു തർക്കങ്ങൾ അത് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എ.കെ. ശശീന്ദ്രൻ പറയുകയുണ്ടായി. അതായത് ഇത്തരം വിഷയങ്ങൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും
അതുപോലെ ഒരു ചർച്ചയാകുകയും ചെയ്തതിലും അതിൻ്റെ ഒരു അതൃപ്തിയും അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു. അതായത് മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾ ഇപ്പോൾ സജീവമായി മാധ്യമങ്ങളിലടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വിഷയത്തിലുള്ള അതൃപ്തിയും AK ശശീന്ദ്രൻ പ്രകടമാക്കുകയും ചെയ്തു. എന്തായാലും വിഷയം ഒരിക്കൽ കൂടി അല്ലെങ്കിൽ വീണ്ടും ഈ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കും അതുപോലെ തന്നെ NCPയിലെ പാർട്ടിയിലേക്കടക്കം സജീവമായ ഒരു ചർച്ച നിൽക്കുന്നു. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ മാറണമെന്നുള്ള ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നു. AK ശശീന്ദ്രനെതിരായി നിൽക്കുന്ന ഒരു പക്ഷം ഈ പാർട്ടിയിൽ ഇപ്പോഴും സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ശശീന്ദ്രൻ മാറണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ വരുന്നത്. NCPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ AK ശശീന്ദ്രൻ മാറി നിൽക്കണം, അതേ സ്ഥാനത്ത് തോമസ് കെ തോമസ് വരണമെന്നൊരു നിലപാട് എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ തോമസ് കെ തോമസ് MLA ഉണ്ടായിരുന്നത്. എന്തായാലും വിഷയം വീണ്ടും ചർച്ചയാകുകയാണ്. NCPയുടെ മന്ത്രിസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് കൂടി താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ ഒരു ധ്വനി കൂടി ശശീന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിഖിൽ, ശരി, പ്രശാന്ത് രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. തോമസ് കെ തോമസ് മന്ത്രിയാവാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണം എന്ന ചോദ്യവും ശശീന്ദ്രൻ ഉയർത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.